ഹലോ, അസ്സലാമു അലൈക്കും. റിച്ചൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയും അതിലേക്ക് തേങ്ങ വറുത്തരച്ച നാടൻ ചിക്കൻ കറി. നമുക്ക് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക, അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ല നാടൻ പത്തിരിയും അതിലേക്ക് നല്ല തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി. അതിനാവശ്യമായ സാധനമാണ് ചിക്കന്, പത്തിരിപ്പൊടി. അതുപോലെ നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ എത്രയാണോ എടുക്കുന്നത് അരിപ്പൊടി, പത്തിരിപ്പൊടി എത്രയാണോ നമ്മൾ എടുക്കുന്നത് ആ പാത്രത്തിൽ, അതായത് അവനൊരു പാത്രത്തിൽ അളന്നിട്ടാണ് പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പാത്രത്തിൽ ഒരു പാത്രം വെള്ളമാണ് മാവ് കുഴക്കാൻ വേണ്ടി എടുക്കുക. തിളപ്പിച്ചിട്ട് നമ്മൾ അതിൽ ഈ പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുക. ഒരു പാത്രം പൊടിക്ക് ഒരു പാത്രം വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ വെള്ളം വെക്കുക. അത് തിളച്ച് വരുന്ന സമയം നമ്മൾ ആ വെള്ളത്തിൽ ഈ പൊടിയിട്ട് നന്നാക്കി ഇളക്കി വെള്ളം പൊടിയും കൂടി പാകമാക്കി എടുക്കുന്നത് നന്നാക്കി കുഴച്ചെടുത്ത് ഉരുളകളാക്കിയിട്ടാണ് നമ്മൾ അതിൽ റെഡിയാക്കുക. തേങ്ങ നന്നാക്കി വറുത്ത് വെച്ചത്, ഇത് 2 തേങ്ങ ഞാൻ വറുത്ത് വെച്ചതാണ്. അതുപോലെ നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പൊടി നന്നാക്കി വാട്ടിയെടുക്കണമല്ലോ. നമുക്ക് അതിന് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുന്ന സമയം നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കും. പാകത്തിന് ഉപ്പിട്ടതിന് ശേഷം പൊടി ഇട്ടിട്ട് നന്നാക്കി വാട്ടി കുഴച്ചെടുക്കണം. അങ്ങനെ ചിക്കൻ കറി വെക്കാൻ ആവശ്യമായ വലിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, കറിവേപ്പില, 4 പച്ചമുളക്, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കാം. എന്നിട്ട് ചിക്കനിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ച തേങ്ങ നന്നായി അരച്ച് ഒഴിക്കാം. അതുപോലെ പത്തിരിക്ക് ആവശ്യമായ പൊടി വാട്ടിയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നന്നാക്കി കുഴച്ച് നല്ല കുഴഞ്ഞ രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ ഇത് ഉരുട്ടി പത്തിരിയാക്കി എടുക്കുക. നമ്മൾ വലിയുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ വെളിച്ചെണ്ണയിലിട്ട് വാട്ടിയെടുക്കുകയാണ്. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി ചതച്ചതും ചേർക്കണം. ചേർത്തിട്ടുള്ളത് നന്നാക്കി വാടിയതിന് ശേഷമാണ് നമുക്കത് ചേർക്കാൻ. മസാലപ്പൊടികളൊക്കെ ഇട്ട് നന്നായി തിളച്ച് വരുന്ന സമയം നമുക്ക് കഴുകിയെടുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ പത്തിരിക്കുള്ള പൊടി നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം കുറച്ച് തോനെ പത്തിരി കുറേയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എനിക്കിന്ന് ഇവിടുത്തെ മോന് പഠിക്കുന്ന മദ്രസയിലെ ഉസ്താദുമാർക്ക് ചിലവാണ്. 5 ഉസ്താദുമാരുണ്ട്. നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ ഇങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. പൊടി കുഴച്ച് ഇതുപോലെ പരത്തി എടുക്കുകയാണ്. അങ്ങനെ പരത്തിയിട്ട് പൊടിയിലിട്ട് തട്ടിയെടുക്കണം, അല്ലെങ്കിൽ ചട്ടിമേ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഇതാണ് പത്തിരി മെഷീന്. ഇത് നമ്മളിങ്ങനെ പരത്തിയെടുക്കും. ഇങ്ങനെ നമ്മൾ പരത്തിയെടുത്ത് വെച്ച പത്തിരി ചുട്ടെടുക്കുക. ഇങ്ങനെ ആവി വരുന്ന സമയം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുക. ഇതിങ്ങനെ പൊള്ളച്ച് വരുമ്പോൾ നമ്മൾ ചട്ടിയിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റും. ഇതാണ് മലപ്പുറക്കാരെ പത്തിരി വറുത്തരച്ച കോഴിക്കറി. ഇങ്ങനെയാണ് നമ്മളെ കറി ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പത്തിരി ഇങ്ങനെ പൊള്ളച്ച് വരുന്ന സമയം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു കട്ടിപ്പായി മാറും. ഇതാണ് ഇങ്ങനെ പരത്തിട്ട് കൊടുക്കും. എന്നാലും ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും. നമ്മളെ വറുത്തരച്ച കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പത്തിരിയും റെഡിയായി. അതുപോലെ നമ്മൾ ഇതിൻ്റെ കൂടെ മലപ്പുറം ദോശ അല്ലേ, തീയപ്പം, അതും ചൂടുണ്ടതിന് നമ്മൾ അരി ഇന്നലെ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അത് രാവിലെ അരച്ച് ദോശമാവിൻ്റെ രൂപത്തിലാക്കിയെടുത്ത് നമ്മൾ ഇതുപോലെ ചട്ടി പാർന്ന് ദോശ ചുട്ടെടുക്കുകയാണ്. ചട്ടിയിൽ ആദ്യം നന്നായിട്ട് ഓയിൽ
പരത്തി കൊടുക്കും. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു കയ്യിലെടുത്തിട്ട് നമ്മൾ ഈ ചട്ടിക്ക് ഇങ്ങനെ ചുറ്റും ഒഴിച്ച് കൊടുക്കാം. ഗ്യാപ്പൊക്കെ വരികയാണെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി. ഫിഷ് കറി, ചിക്കൻ കറി, നമ്മുടെ നൈസ് പത്തിരി, നമ്മളെ മലപ്പുറം ദോശ, മലപ്പുറക്കാരെ ദോശയാണിത്, അരി അരച്ചുണ്ടാക്കണ അപ്പം. അങ്ങനെ ഇതൊക്കെ നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വറുത്തരച്ച തേങ്ങാക്കറി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. അതിലേക്ക് ഇങ്ങനെ അതിലേക്ക് നമ്മളെ പത്തിരി, അതുപോലെ ദോശ, മീൻകറി. ഏറ്റവും കോമ്പിനേഷനായ സാധനമാണ് നമ്മളെ വറുത്ത ചിക്കൻ കറിയും പത്തിരിയും. ചിക്കൻ കറിക്ക് ദോശയും പറ്റും, മീൻ കറിയൊക്കെ ദോശയും പറ്റും. അങ്ങനെ ഇന്നത്തെ നമ്മളെ ഫുഡാണിത്. എല്ലാവരും ഇത് കണ്ടിട്ടുള്ള അഭിപ്രായം അറിയിക്കുക. ഇങ്ങനെ പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക, അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അങ്ങനെ റിച്ചൂസ് വ്ലോഗ് കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. നമുക്ക് ചാനൽ മുന്നോട്ട് പോകാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.